ഹായ് വെൽക്കം ബാക്ക്. ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടതാണ്. റിയാക്ഷൻ വീഡിയോ പറയാൻ പോകുന്ന ടോപ്പിക്ക് റിയാക്ഷൻ വീഡിയോ കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് എന്താ പറയുക, ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടിട്ട് ഒരു പെൺകുട്ടി ഈ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയിട്ടുള്ള ഒരാളെ വിവാഹം ചെയ്യാൻ തയ്യാറാവുന്നു. അയാൾ വിവാഹം കഴിഞ്ഞ് വരുന്നു. പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് വരുന്നിട്ട് ആ കുട്ടി എന്താ പറയുക, ഹസ്ബൻഡിൻ്റെയും അവർക്ക് കിടക്കുക കാരണം കൊണ്ട് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തു കൊടുക്കണമല്ലോ. ആ പെൺകുട്ടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്തതും. ആ ഹസ്ബൻഡിൻ്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം ആ പെൺകുട്ടിയാണ് ചെയ്തു കൊടുത്തതെന്നും ആ പെൺകുട്ടി ഇപ്പോൾ ഒരുപാട് മാനസിക വിഷമത്തിലാണ് എന്നും ആ പെൺകുട്ടി ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു എന്നും ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന അരയ്ക്ക് കീഴ്പോട്ട് താഴ്ന്നിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന് മോശം സ്വഭാവം കുറേ ഉണ്ട് എന്നും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത് എന്നും കല്യാണം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി പുറത്ത് പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയെക്കുറിച്ച് അയൽപ്പക്കക്കാരോടും ഫോൺ വിളിച്ചിട്ട് ഓരോരുത്തരോടും അനാവശ്യം പറയണം. ഈ പെൺകുട്ടി മോശം രീതിയിലാണ് ജീവിക്കുന്നതെന്നൊക്കെ അനാവശ്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റു സ്ത്രീകളെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തിയിട്ട് മോശം രീതിയിൽ അയാൾ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഒരാൾ റിയാക്ട് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം നമ്മളൊക്കെ അങ്ങനെ ഒരു വെയ്യാത്തൊരാൾക്ക് ഒരു അങ്ങനെ തളർന്നു പോയ ഒരാൾക്കൊക്കെ ഒരു ജീവിതം ഒരു പെൺകുട്ടി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടീനെയൊക്കെ നമ്മളൊരു ദൈവത്തിന് തുല്യമായിട്ടൊക്കെയാണ് കാണുക. കാരണം എല്ലാവരും അങ്ങനെ ആരും തയ്യാറാവില്ല. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അങ്ങനെ എല്ലാവരും ഒന്നും വില്ലിങ് ആവില്ല. പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഭയങ്കര പ്രണയത്തിലിരുന്ന ആൾക്കാർ വരെ നോ എന്ന് പറഞ്ഞ് പോകുന്ന സാഹചര്യമാണ്. അങ്ങനത്തെ കാലത്തിൽ ഒരു പെൺകുട്ടി വന്ന് അരയ്ക്ക് കീഴ്പോട്ട് സ്വാധീനമില്ല എന്നറിഞ്ഞിട്ടും അയാളെ സ്വീകരിക്കാനും അയാളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ വില്ലിങ് ആയിട്ട്, അതും മുൻപരിചയമൊന്നുമില്ലാത്തൊരു പെൺകുട്ടി വന്ന് തയ്യാറായിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് കല്യാണം വേണ്ടാന്ന് കുട്ടി പറയും. പിന്നെയും ഇവർ പുഷ് ചെയ്തിട്ടാണ് പിന്നെയും കല്യാണം നടത്തിയതെന്ന് പറയുന്നു. അങ്ങനെ വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും ആ കുട്ടീനെ ഉപദ്രവിക്കുകയും ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഷോക്കായി പോവാണ്. അത്രയും ഒരു ദൈവതുല്യമായിട്ട് ആ പെൺകുട്ടി തയ്യാറാവുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ അവർക്ക് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, നമ്മൾ ചിന്തിച്ചു പോവില്ലേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോകുന്നു എന്നുള്ളത്. അതായത് പിന്നീടാണ് നാട്ടുകാരൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കുട്ടിയെക്കുറിച്ച് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു അങ്ങനെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നൊരു ഭർത്താവുള്ള പെൺകുട്ടീനെ കുറിച്ച് പെട്ടെന്ന് ആരെങ്കിലും മോശം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും അവൾക്ക് ചിലവർ തെറ്റിദ്ധരിക്കാം സാധ്യതയുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് ഒരിക്കൽ തെറ്റിദ്ധരിച്ചിരിക്കാം. അപ്പോൾ ആ പെൺകുട്ടി വന്ന് പറയുകയാണ് അങ്ങനെ എന്തൊക്കെയോ കേസായി വഴക്കായ കേസിലൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു, ഇനി ആർക്കും ഇങ്ങനെ ഒരു ഇതുണ്ടാവരുത് എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നു. ഞാനിതൊക്കെ അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ പത്രത്തിലും ന്യൂസിലൊക്കെ വന്നതായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അപ്പം ഫോൺ വിളിച്ചിട്ട് ഒരു പെൺകുട്ടി ആ സ്ത്രീ ഭാര്യ അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റു സ്ത്രീകളെ വിളിച്ചു വരുത്തുന്നുവെന്നും. അപ്പോൾ ഈ വരുന്ന സ്ത്രീകൾക്ക് എന്താ ബോധം ബുദ്ധിയില്ലേ? ഞാൻ അവരെ മോശപ്പെടുത്തി പറയില്ല. ആ വിഷമം പറഞ്ഞ പെൺകുട്ടി കുറ്റപ്പെടുത്തി പറയില്ലേ. വന്ന സ്ത്രീകളുടെ കുഴപ്പം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കണത്. ഒരു വിവാഹം കഴിഞ്ഞു ഒരു ഭാര്യയായിട്ട് ജീവിക്കുന്ന ഭാര്യ ഇല്ലാത്ത സാഹചര്യത്തിൽ വന്ന് കയറിയിട്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ ഈ രീതിയിൽ മോശം രീതിയിൽ ഒരു വീട്ടിൽ കയറിയിട്ട് വന്ന് നിന്ന് പെരുമാറിയിട്ട് പോകാൻ മാത്രം ഇത്രയും താഴ്ന്ന സ്ത്രീകൾ, ഇത്രയും താഴ്ന്ന ആൾക്കാരുണ്ടോ? ഇത്രയും താഴ്ന്ന ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോകും. എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ സ്ത്രീ ഇല്ലാത്തപ്പോൾ ഫോൺ വിളിച്ച് വരുത്തിയെന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ച് വന്ന അവരെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. അവരെന്തിനു വന്നു, എന്തിനു വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ ബാക്കിയുള്ളവരൊന്നും അവിടെ ഇല്ല. ഇങ്ങനെ വരുമ്പോൾ അവരെ ഒന്നും ചോദ്യം ചെയ്യാനോ, ഈ ഒരു ഭാര്യ അവിടെ ഇല്ലാത്തപ്പോഴാണ് വരുന്നതെങ്കിൽ ഈ വേറെ സ്ത്രീകൾ വന്നു കയറുമ്പോൾ അവരെ ഒന്നും ചോദ്യം ചെയ്യാനൊന്നും ഈ വീട്ടുകാരൊന്നും ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നിപ്പോവാണ്. എന്താ ഇവിടെ നടക്കണ്? വല്ലാത്തൊരു അവസ്ഥാന്തരം തന്നെ. ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ എവിടെയാണെങ്കിലും ആ വ്യക്തികളെ കുറിച്ച് അന്വേഷിച്ചിട്ട് വേണം ഒരു വിവാഹത്തിലേക്ക് പോകാമെന്ന്. അതിപ്പം ഇങ്ങനെ തളർന്ന ആൾക്കാരോ എന്തെങ്കിലും കുഴപ്പമുള്ള ആൾക്കാരെന്ന് മാത്രമല്ല, ഒരു വിവാഹം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആണെങ്കിൽ പെണ്ണാണെങ്കിലും അതിൻ്റെ ഒരു ഇങ്ങനത്തെ പോലീസ് സ്റ്റേഷൻ എവിടെയെങ്കിലും കൃത്യമായി അവരെക്കുറിച്ച് അന്വേഷിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് പിന്നെ വിവാഹത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ കേസുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടണം. കുട്ടിക്കാലം മുതൽ അവരുടെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലും രജിസ്റ്റർ ആവണം. ഒരു മാരേജ് വരുമ്പോൾ ആ കറക്റ്റ് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ടൊരു മാരേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സിസ്റ്റം നമുക്കില്ലല്ലോ.
അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോയി. ആ കുട്ടിയുടെ കാര്യം ഓർത്തിട്ട്, അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവരും അങ്ങനെ വില്ലിങ് ആവില്ല. അങ്ങനെ വില്ലിങ് ആയവർക്ക്, ആയൊരു പെൺകുട്ടിക്ക് ഇത്രയധികം വിഷമങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സങ്കടം തന്നെ. അങ്ങനെ ഇപ്പോൾ അതായത് ഇനിയൊരു ഫാമിലി സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കൂടി ഇങ്ങനെയുള്ള ആൾക്കാരൊരു എന്താണ്, ഇങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഫാമിലി സപ്പോർട്ട് മറ്റുള്ളവർ ചിലപ്പോൾ കൊടുക്കാൻ തയ്യാറാവും. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ തയ്യാറായത് മാറിയിട്ട് നോ എന്ന് പറയേണ്ടി വരില്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ആ പെൺകുട്ടി പറയണത് എൻ്റെ സത്യം, എനിക്ക് എന്തെങ്കിലും, ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യാതെ എൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും എന്നാണ് പറയുന്നത്. തെളിയിക്കട്ടെ അല്ലേ, തെളിയിക്കാൻ വേണ്ടി നമുക്ക് തെളിയിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പം നമ്മളെന്താ പറയുക പറഞ്ഞത്, ധൈര്യത്തോടെ മുന്നോട്ട് പോട്ടെ അല്ലേ. അപ്പം ആ ന്യൂസ് കേട്ടു, അങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്തതാണ്. ബൈ.